ഹായ്, ഞാൻ അഞ്ജന. ഇതെൻ്റെ കൂടെ ഉള്ളത് നീതു മിസ്സാണ്. ഞങ്ങൾ രണ്ടുപേരും ആദില ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഫാക്കൽറ്റീസാണ്. നമ്മളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മിസ്സേ, നമ്മൾ ഒരു പാൻഡമിക് സിറ്റുവേഷനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. നമുക്കറിയാം, ഒരു 5 വർഷം മുൻപ് നമ്മളെല്ലാവരും പെട്ടുപോയൊരു സംഭവമാണല്ലേ ഒരു കൊറോണ വന്നതും. എങ്ങനെയാണ് അതിനെ നേരിടേണ്ടതെന്നുള്ളതെന്ന് ആർക്കും അറിയില്ലായിരുന്നു. ഞാനൊക്കെ PG ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു കോവിഡ് വരുന്നത്. ലോക്ക്ഡൗൺ ആകെ പിന്നീട് 1 വർഷത്തോളം നമ്മളെല്ലാവരും കഷ്ടപ്പെട്ടു പോയതാണ്. അപ്പോൾ അതിലേക്കെല്ലാം വരാനായിട്ട്, അതൊന്ന് ഒരു ഫ്ലോയിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടു. നമ്മുടെ ഹോസ്പിറ്റൽ ഇൻഡസ്ട്രി അല്ലെങ്കിൽ നമ്മളൊരു മെഡിക്കൽ ടീം അതെങ്ങനെ നേരിടുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അതൊരു മാനേജ്മെൻറ്റ് സൈഡിൽ നിന്ന് പറയുകയാണെങ്കിൽ നമ്മളത് എങ്ങനെ നേരിടും മിസ്സേ? എങ്ങനെ നേരിട്ടു എന്ന് പറയുന്നതിന് മുമ്പേ ആ സിറ്റുവേഷൻ ഞാനിപ്പോൾ ഓർക്കുകയാണ്. വളരെ എന്താ പറയുക, ദുർഘടം പിടിച്ച ഒരു സമയമായിരുന്നു ആ സമയം. എല്ലാവരും കഷ്ടപ്പെട്ടു. പാൻഡമിക് സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ പലർക്കും അറിയണ്ടാവില്ല എന്താ പാൻഡമിക് എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ ലോകം എല്ലാം ഒരുമിച്ച് എന്താ പറയുക, ഒരു എല്ലാവരും ഒന്നിച്ച് ഫേസ് ചെയ്തൊരു സിറ്റുവേഷൻ ആയിരുന്നു പാൻഡമിക് സിറ്റുവേഷൻ. കൊറോണ എന്ന് പറയുന്ന ഒരു അല്ലെങ്കിൽ H1N1 ഇൻഫ്ലുവൻസ ഇൻ 2009, ഇതൊക്കെ ഒരു പാൻഡമിക് സിറ്റുവേഷൻ ആയിരുന്നു ആദ്യമായിട്ട് ഫേസ് ചെയ്യുന്ന ഒരു സമയം. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ സാധാരണ രീതിയിൽ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അവിടെ മെഡിക്കൽ ടീംസൊക്കെ വളരെ ആക്റ്റീവായിരിക്കും. അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് ടീംസ് ആക്റ്റീവായിട്ട് വരാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ മുന്നേ നമുക്ക് അറിയില്ലല്ലോ എങ്ങനെ ഇത് ഹാൻഡിൽ ചെയ്യുന്നത്, എങ്ങനെയാണ് ഇത് മറ്റുള്ള എങ്ങനെയാണ് അവർക്ക് എന്താ പറയുക ഫുള്ളായിട്ട് എങ്ങനെയാണ് അവർ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ മൊത്തം എങ്ങനെയാണ് ഇത് സ്പ്രെഡ് ചെയ്യുന്നത് ബാധിക്കുന്നതെന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ നമ്മളും പകച്ചു പോയിരുന്നു ആദ്യം ഫസ്റ്റ് മാനേജ്. കോവിഡിൻ്റെ ഒക്കെ വാക്സിൻ കണ്ടുപിടിക്കാൻ ഒരുപാട് സമയം എടുത്തിരുന്നു. അപ്പോൾ അതുവരെ ഈ വരുന്ന പേഷ്യൻസിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അവരെങ്ങനെ സ്റ്റോർ ചെയ്യണം, അവരെങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആക്കണം എന്നൊന്നും നമുക്ക് അറിയില്ലായിരുന്നു. പിന്നെ കുറേ എന്താ പറയുക മാനേജ്മെൻറ്റ് കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുവരിക. അതായത് ഒരു മാനേജ്മെൻറ്റിൽ വേണ്ട മാനേജറി ഫങ്ഷൻസ് ഉണ്ടല്ലോ. നമ്മൾ സാധാരണ എന്ത് കാര്യങ്ങളും മാനേജ് ചെയ്യാൻ വേണ്ടി നമുക്ക് വേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. മാനേജറിയൽ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ പ്ലാനിങ്, ഓർഗനൈസിങ്, അതൊക്കെ. അപ്പോൾ ആദ്യം അത് തന്നെ പ്ലാനിങ് ആയിരുന്നു, പ്രിപ്പയർനെസ് പ്ലാനിങ് ആയിരുന്നു നമുക്ക് ഫസ്റ്റ് വേണ്ടത്. എത്രത്തോളം ആൾക്കാരിൽ ഇത് ഇമ്പാക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ പബ്ലിക്കിൻ്റെ ഇടയിൽ ഇതെങ്ങനെ ഇത് എത്രത്തോളം സ്പ്രെഡ് ചെയ്യും, ഇതൊക്കെ ആദ്യം മനസ്സിലാക്കിയിട്ട് പിന്നെ ഓരോ സ്റ്റെപ്സിലോട്ട് കടക്കുകയാണ് ചെയ്യുന്നത്. അപ്പം മിസ്സ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടോ? ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല മിസ്സേ. ഞാനീ പറഞ്ഞ പോലെ ഞാൻ പഠിച്ചു കഴിഞ്ഞ ഉടനെ ലോക്ക്ഡൗൺ ആയിരുന്നു. പിന്നെ എനിക്ക് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ആ ഒരു സിറ്റുവേഷൻ ഞാൻ ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ പെട്ടുപോയി എന്നുള്ളൊരവസ്ഥയായിരുന്നു. ആ ടൈമിലാണ് എൻ്റെ കല്യാണം കഴിയുന്നത്. 1 വർഷത്തോളം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാതിരിക്കേണ്ട അവസ്ഥ. എല്ലാ ദുരന്തങ്ങളും ഒന്നിച്ചാണെന്നാണോ പറഞ്ഞത്? അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പോൾ എനിക്ക് പിന്നെ ഈ ഒരു കൊറോണ ടൈം എന്ന് പറയുമ്പോൾ ഒരുപാട് നല്ലതും ഉണ്ട് ചീത്തയും ഉണ്ട്. അപ്പോൾ എൻ്റെ ലൈഫിൽ വെച്ച് നോക്കുവാണെങ്കിൽ ഞാനൊരു എൻജിനീയർ ആയിരുന്നു. അപ്പോൾ എൻജിനീയറിംഗ് ഒക്കെ കഴിഞ്ഞ് ആ ഒരു വർക്കിലോട്ടൊക്കെ തിരിഞ്ഞ് ഒരുപാട് വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് MBA എടുത്തതാണ് ഞാൻ. അപ്പോൾ MBA എടുത്തപ്പോൾ ഈ പറയുന്ന എന്താ പറയുക എല്ലാവരുടെയും കൂടെ ഒന്നിച്ച് നന്നായി പഠിക്കണമെന്നൊക്കെ വിചാരിച്ച് നല്ല രീതിയിൽ എല്ലാ ആക്ടിവിറ്റീസിലും കൂടണമൊക്കെ വിചാരിച്ചിട്ടാണ് പുറത്തു പോയി പഠിച്ചത്. ആ സമയത്താണ് ഈ പറയുന്ന കൊറോണ വന്നത്. ലോക്ക്ഡൗൺ ആയി. ആ സമയത്തായി കൊറോണ ഒക്കെ വന്നു. അപ്പോൾ കഴിഞ്ഞ് MBA ഒക്കെ കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞ് നാട്ടിലോട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ നമുക്ക് എൻട്രി ഇല്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. അപ്പോൾ ഞാൻ ആ സിറ്റുവേഷനിൽ എന്തായാലും എവിടെയെങ്കിലും കയറും എന്നുള്ള ഒരു തയ്യാറെടുപ്പ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ഞാനൊരു ഹോസ്പിറ്റലിൽ അപ്രോച്ച് ചെയ്തു. നമ്മുടെ കാലിക്കറ്റ് ഇക്ര ഹോസ്പിറ്റൽ, ഇൻ്റർനാഷണൽ ഇക്ര ഹോസ്പിറ്റലിൽ കയറി. അവിടെ എൻ്റെ അടുത്ത് പറഞ്ഞത് നിങ്ങളുടെ റിസ്കിൽ തന്നെ കയറുവാണെങ്കിൽ കയറിക്കോ, എന്തെങ്കിലും പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കില്ല എന്നുള്ള രീതിയിൽ. ആ സമയത്ത് ഫ്രഷേഴ്സിന് ആരെയും ഹോസ്പിറ്റലിൽ കയറ്റുന്നുണ്ട്. ഞാൻ ഒരുപാട് ട്രൈ ചെയ്തിരുന്നു. പക്ഷേ ഫ്രഷർ ആയതുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് കയറ്റില്ലാന്ന് പറഞ്ഞു. എനിക്ക് ആക്ച്വലി ക്യാമ്പസ് സെലക്ഷൻ കിട്ടിയതായിരുന്നു. പക്ഷേ എനിക്ക് ജോയിൻ ചെയ്യാൻ അതെ ആ സമയത്ത് അങ്ങനെ ഉണ്ടായിരുന്നു. ഒരാളെയും കയറ്റാത്ത അവസ്ഥയൊക്കെ വന്നു. അപ്പം മൊത്തത്തിൽ എല്ലാ മാനേജ്മെൻറ്റിലും ഈ പറയുന്ന കാര്യം ബാധിച്ചൊരു സംഭവമാണ്. പിന്നെ അവിടെ കയറിയതിന് ശേഷം നമ്മൾ ഒരുപാട് എന്താ പറയുക ഈ പറഞ്ഞ പോലെ തന്നെ മാനേജ്മെൻറ്റ് രീതികൾക്ക് എന്താ പറയുക കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ ആ സിറ്റുവേഷൻ നമ്മളങ്ങനെ ഹാൻഡിൽ ചെയ്തതാണ്. അതിൻ്റെ ഫസ്റ്റ് ഭാഗമായിട്ട് നമ്മൾ ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയുണ്ട് ഒരു ഹോസ്പിറ്റലിൽ നമ്മുടെ. ആ സമയത്താണ് ആ ഡിപ്പാർട്ട്മെൻറ്റ് കുറച്ചൊന്ന് എന്താ പറയുക ഒന്ന് പൊന്തി വന്നതെന്നൊക്കെ പറയാം. അതുവരെ നമ്മൾ ഇങ്ങനെ ആരും അറിയാത്ത ഒരു ഡിപ്പാർട്ട്മെൻറ്റായിട്ട് നിൽക്കുമായിരുന്നു.
അപ്പം ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് കുറച്ചും കൂടെ സജീവമായി പ്ലാൻസ് ഒക്കെ കൊണ്ടുവരാൻ തുടങ്ങി, ആൾക്കാരുടെ ആക്റ്റീവായി. അതുപോലെ ആൾക്കാർക്ക് എന്തൊക്കെയാണ് അവർ ആഗ്രഹിക്കുന്നത്. ആ സമയത്ത് എല്ലാവരും ഫിനാൻഷ്യലി കുറേ വീക്കായിരുന്നു, ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം. ചിലവർ മരണപ്പെടുന്നുണ്ട്, അപ്പോൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഫർദറായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അങ്ങനെയുള്ള കുറേ സിറ്റുവേഷൻസ് നമുക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിനും ഈ പറയുന്ന മാനേജ്മെൻറ്റ് ഫീൽഡിൽ നിന്നുള്ള ഒരു അപ്രോച്ച് അവർക്ക് കൊടുത്തിട്ടുണ്ട്, നല്ല രീതിയിലുള്ള സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വരുന്നത് പ്ലാനിങ് തന്നെയാണ്. നന്നായിട്ടൊരു പ്ലാൻ നമ്മൾ രൂപീകരിച്ചു. പിന്നെ റിസ്കുകൾ ലൈക്ക് ആ സമയത്ത് പലരും എന്താണ് നമ്മുടെ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നു. അപ്പോൾ ചിലവർക്കും അതൊന്നും കിട്ടാത്ത അവസ്ഥ വന്നു. പിന്നെ അങ്ങനെ കുറേ ഇഷ്യൂസ് അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ടുണ്ട്. ഫിനാൻഷ്യലി എങ്ങനെ സ്ട്രഗിൾ ചെയ്യുമ്പോൾ അതെങ്ങനെ മാനേജ് ചെയ്യണമെന്ന് അറിയാത്ത ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഫുൾ സപ്പോർട്ട് കൊടുത്തിരുന്നു. നമ്മൾ ഈ പ്ലാനിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള ഒരു വാക്കാണ് SWOT അനാലിസിസ്. എന്താണ് SWOT അനാലിസിസ്? SWOT അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വിലയിരുത്തുന്ന ഒരു പ്രക്രിയയാണ്. അതായത് നമുക്ക് നമ്മുടെ ഒരു പേഴ്സണൽ ലൈഫിൽ തന്നെ ഈ പറയുന്ന SWOT അനാലിസിസ് നടത്താം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം SWOT എന്ന് പറയുമ്പോൾ SWOT ആ ഒരു ചെറിയ വാക്കിൽ എല്ലാം ഉണ്ട്, അതാണ് സത്യം. ഇപ്പം സ്ട്രെങ്ത്ത്, S ഫോർ സ്ട്രെങ്ത്ത് എന്നാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ സ്ട്രെങ്ത്ത് എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് നമ്മളെ തന്നെ ഒന്ന് SWOT അനാലിസിസ് നടത്താം. അതെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യം. നമ്മളൊരു ഇന്റർവ്യൂവിന് ചെല്ലുന്ന സമയത്ത് ഞങ്ങളോട് ചോദിക്കും വാട്ട് ഈസ് യുവർ സ്ട്രെങ്ത്. അത് പല കുട്ടികൾക്ക് അറിയില്ല എൻ്റെ പേഴ്സണൽ സ്ട്രെങ്ത് എന്താണെന്നുള്ളത്. നമ്മൾ മാനേജ്മെന്റ് രീതിയിൽ നോക്കുകയാണെങ്കിലും ഇൻഡിവിജ്വൽ രീതിയിൽ നോക്കുകയാണെങ്കിലും നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ് SWOT അനാലിസിസ്. അതുപോലെ തന്നെ സ്ട്രെങ്ത് മാത്രമല്ല ഒരു മനുഷ്യന്റെ അൾട്ടിമേറ്റ് എന്ന് പറയുന്ന സ്ട്രെങ്ത് ഉള്ള ഒരു മനുഷ്യന് വീക്ക്നെസ്സും ഉണ്ടാവും. ഇപ്പോൾ ഈ ഇന്റർവ്യൂസിലൊക്കെ ചോദിക്കുമ്പോൾ വാട്ട് ഈസ് യുവർ സ്ട്രെങ്ത്, വാട്ട് ആർ യുവർ സ്ട്രെങ്ത് എന്നൊക്കെ ചോദിക്കുമ്പോൾ സ്ട്രെങ്ത് നന്നായിട്ട് പറയും, പക്ഷെ വീക്ക്നെസ് അതെനിക്കില്ല എന്ന് പറയും. അപ്പോൾ ഞാൻ ഒരു ആർ യു എ പെർഫെക്റ്റ് മാൻ എന്ന് അങ്ങോട്ട് ചോദിക്കും. അപ്പോൾ അത് എനിക്കറിയില്ല എന്നൊക്കെയാണ് പറയാറ്. പക്ഷെ അങ്ങനെയല്ല, എല്ലാ മനുഷ്യർക്കും ഉണ്ട് ഒരു വീക്ക്നെസ്. അതുപോലെ ഓപ്പർച്യൂണിറ്റീസ്, അവരുടെ ഓപ്പർച്യൂണിറ്റീസും ത്രെഡ്സും തടസ്സങ്ങളും. ഈ സെയിം കാര്യം തന്നെ നമ്മളൊരു മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ നല്ല രീതിയിൽ മാനേജ് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുന്നതെങ്കിൽ, എന്ത് കാര്യം മാനേജ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിലും നമ്മുടെ സ്ട്രെങ്ത്ത് നമ്മൾ മനസ്സിലാക്കുക, വീക്ക്നെസ് മനസ്സിലാക്കുക, നമുക്ക് വരുന്ന ഓപ്പർച്യൂണിറ്റീസ് മനസ്സിലാക്കുക, അതുപോലെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റീസ് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ത്രെഡ്സ്, തടസ്സങ്ങൾ, പല രീതിയിലുള്ള തടസ്സങ്ങൾ നമുക്ക് നേരിടേണ്ടി വരും. ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ പ്ലാനിങ്ങിൽ ഇത് നമ്മൾ മനസ്സിലാക്കിയാൽ ആ പ്ലാനിങ്ങിൽ നമുക്ക് ആ കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ സാധിക്കും. ചേഞ്ചസ് നമുക്ക് കൊണ്ടുവരും. അൾട്ടിമേറ്റ് പ്ലാൻ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ കറക്റ്റ് ഒരു ഗോൾ സെറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഈ SWOT അനാലിസിസ് കാര്യങ്ങളൊക്കെ നടത്തുന്നത്. ഇപ്പം നമ്മൾ ആദ്യം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ കയ്യിൽ ഒരുപാട് ക്യാഷ് ഉണ്ട്, ഫിനാൻഷ്യലി നമ്മൾ നമ്മുടെ കയ്യിൽ ഒരുപാട് ക്യാഷ് ഉണ്ട്. നമ്മൾ വിചാരിക്കുകയാണ് ഒരു കമ്പനി തുടങ്ങുക, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ തന്നെ പണിയാമെന്ന് വിചാരിക്കുക. ഓക്കെ, പക്ഷേ അത് അങ്ങനെ അത്ര എളുപ്പമുള്ള കാര്യമല്ല. നമ്മളൊരു ഹോസ്പിറ്റൽ പണിയുമ്പോൾ ഈ പറയുന്ന SWOT അനാലിസിസ് നടത്തുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ആസ്പെക്ട്സ് കിട്ടും. അതുപോലെ ഇന്റേണലി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, എക്സ്റ്റേണലി നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നതും അല്ലാത്തതും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതൊക്കെ പൊളിറ്റിക്സ്, പിന്നെ ലീഗൽ ഇഷ്യൂസ്, പിന്നെ എന്താ പറയുക, നമ്മളിപ്പോൾ ചിലപ്പോൾ ഒരു ഹോസ്പിറ്റൽ പണിയുമ്പോൾ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നല്ല രീതിയിൽ എല്ലാം ബിൽഡിംഗ് ഒക്കെ തയ്യാറായി, പക്ഷെ മാനേജ്മെൻറ്റ് മുന്നോട്ട് പോകുന്നില്ല. വിച്ച് മീൻസ് എക്സ്റ്റേണലിയോ ഇൻറ്റേർണലിയോ നടക്കുന്ന എന്തോ എവിടെയോ ഒരു തടസ്സം ഉണ്ടെന്നാണ്. അപ്പോൾ അത് നമ്മൾ ആദ്യമേ ഈ പ്ലാനിങ്ങിൽ പിന്നെ കറക്റ്റ് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ സ്മൂത്തായിട്ട് റൺ ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നത് പ്ലാനിങ് കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ പ്ലാനിങ്ങോട് കൂടി തീരുന്നൊന്നുമില്ല. അത് കഴിഞ്ഞ് പ്ലാനിൻ്റെ ഭാഗമായിട്ടാണ് കുറേ ആൾക്കാർ എടുക്കുന്നതും. ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ അല്ല തീരുന്നതല്ല. അപ്പം ചിലപ്പോൾ ഈ പാൻഡമിക് സിറ്റുവേഷൻ നമ്മളുടെ കൂടെ നിൽക്കുന്ന ഹെൽത്ത് കെയർ സെക്ടറിൽ നിൽക്കുന്ന ആൾക്കാരെ തന്നെ ബാധിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കുറേ സ്റ്റാഫ്സിനെ അത് ബാധിക്കും. അല്ലേ, ചില ഈ പറഞ്ഞ പോലെ മരണപ്പെടാം അങ്ങനെയൊക്കെ. അപ്പം കൂടുതൽ ആൾക്കാരെ റിക്രൂട്ട് ചെയ്തെടുക്കാൻ വേണ്ടി നമുക്ക് HR ഹെൽപ്പ് അന്വേഷിക്കേണ്ടി വരും. മീൻസ് അവരുടെ ഒരു ഹെൽപ്പ് വേണം. ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് നന്നായിട്ടൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഫിനാൻഷ്യൽ മാനേജേഴ്സ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റിൻ്റെ ഒരു സപ്പോർട്ട് വേണം. അങ്ങനെയുള്ള എല്ലാ മാനേജ്മെൻറ്റിൻ്റെയും സപ്പോർട്ട്, ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെയും സപ്പോർട്ട് നമുക്ക് ഇല്ലാതെ നമുക്കത് മുന്നോട്ട് പോകാൻ പറ്റില്ല.
ഈ പറയുന്ന ഈ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റോ HR അതിലൊന്നും ഒതുങ്ങുന്നതല്ല ഒരു മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. നമ്മളൊരു തുടക്കം മുതൽ ഒരു പേഷ്യൻറ്റിനെ കാണൂലേ, ആ സമയത്ത് റിസപ്ഷൻ മുതൽ ഡിസ്ചാർജ് ആവുന്ന കാര്യങ്ങളെല്ലാം മാനേജ്മെന്റ് എങ്കിൽ മാത്രമേ നമുക്ക് അവർ ഇറങ്ങുന്ന സമയത്ത് നല്ല ഒരു ഹോസ്പിറ്റലിൽ നിന്നാണ് അതെ ഫീഡ്ബാക്ക് കിട്ടുള്ളൂ. ക്വാളിറ്റി ഡിപ്പാർട്ട്മെൻറ്റിലാണല്ലോ ഫീഡ്ബാക്ക് പോകുന്നത്. അപ്പോൾ ക്വാളിറ്റി നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, ഇതൊക്കെ തന്നെ കാര്യം. അപ്പം ഒരുപാട് അതിന് കുറേ ടൂൾസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പം എങ്ങനെയാണ് ക്വാളിറ്റി, നമ്മൾ സാധാരണ പറയാറില്ല നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ ക്വാളിറ്റി പ്രോഡക്റ്റ് എങ്ങനെയാണ് കൊടുക്കുക? വാട്ട് ഈസ് ക്വാളിറ്റി അല്ലേ? നമ്മൾ ക്വാളിറ്റീൻ്റെ ഒരു ഡെഫിനേഷനായിട്ട് പറയുമ്പോൾ എന്താ പറയുക? ഡിഗ്രി ഓഫ് എക്സലൻസ്. അതെ. പക്ഷെ ഇതെങ്ങനെ കൊടുക്കും എന്നാണ്. അപ്പം ഒരു ക്വാളിറ്റി, ഞാനിപ്പോൾ ഒരു ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് കൊടുത്തതെന്ന് എനിക്ക് പറയാം. എങ്ങനെ തിരിച്ചിങ്ങോട്ട് ചോദിക്കണം, അതെങ്ങനെ അങ്ങനെ പറയാൻ സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം വേണം അല്ലേ? ഒരു സ്റ്റാൻഡേർഡ് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അത് തന്നെ. അത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും ഒരു ക്വാളിറ്റി പ്രൊഡക്റ്റ് എങ്ങനെയാണ് ആക്കിയെടുക്കുക? നമുക്ക് എല്ലാവർക്കും ഒരു എക്സ്പെക്ടേഷൻസ് ഉണ്ട്. അപ്പോൾ എൻ്റെ എക്സ്പെക്ടേഷൻസ് ആയിരിക്കില്ല മിസ്സിൻ്റെ എക്സ്പെക്ടേഷൻസ് അല്ലേ? നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ എല്ലാവരുടെയും എക്സ്പെക്ടേഷൻസ് മീറ്റപ്പ് ചെയ്യാനായിട്ട് അവരെ കൊണ്ട് പറ്റണം. അങ്ങനെ ചെയ്താൽ മാത്രമാണ് നമ്മൾ ക്വാളിറ്റിയുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്തെന്ന് പറയും. ഈ സർവീസ് നമ്മൾ കൊടുത്തതിന് പകരമായിട്ട് നമുക്ക് കിട്ടുന്നത് പേഷ്യൻ്റെ സാറ്റിസ്ഫാക്ഷൻ. അതല്ലാതെ മറ്റൊരു തരത്തിലുള്ള ഒരു ജഡ്ജ്മെൻറ്റ് നമുക്ക് അവിടെ ഇല്ല. പേഷ്യൻ്റ് സാറ്റിസ്ഫൈഡ് ആയി അവർ നല്ലൊരു ഫീഡ്ബാക്ക് തന്നാൽ മാത്രമാണ് നമ്മുടെ ആ ഒരു ലാസ്റ്റ് ഡിസ്ചാർജ് കഴിഞ്ഞ് പോകുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന ആ ഒരു ഫീഡ്ബാക്ക്, അതിൽ നമ്മളെക്കുറിച്ച് കിട്ടുന്ന പോസിറ്റീവ് റിവ്യൂസ് ആണ് നമ്മുടെ ക്വാളിറ്റി നിശ്ചയിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഹോസ്പിറ്റൽ നോസോകോമിയിൽ ഇൻഫെക്ഷൻസ് കുറവാണ്, അല്ലെങ്കിൽ ക്രോസ് ഇൻഫെക്ഷൻസ് കുറവാണ്, അല്ലെങ്കിൽ നമ്മുടെ ഡെത്ത് റേറ്റ് കുറവാണ്, ഡിഗ്രി ഓഫ് സർജറീസിൻ്റെ സക്സസ്നെസ് കൂടുതലാണ്. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ക്വാളിറ്റി സർവീസസിന് കൂടുതലായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അങ്ങനെ ക്വാളിറ്റിയെ ആസ്പെക്ട് ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചിലവർ വിചാരിക്കും നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ, നല്ല ബെഡ് കൊടുക്കുക, നല്ല TV സെറ്റപ്പ്, റൂമിൽ ലക്ഷറിയസ് ആയിട്ടുള്ള. പക്ഷെ അതിലൊന്നും കാര്യമില്ല. ശരിക്കും പറഞ്ഞാൽ കെയറിൽ തന്നെ നമ്മൾ കൊടുക്കണം. അത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് നമ്മളൊരു സെറ്റ് ചെയ്തിട്ടുണ്ടാകും, ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തതിന് ഇപ്പം പേഷ്യൻസിന് കൊടുക്കുന്ന കെയർ അതെ അങ്ങനത്തെ സ്റ്റാൻഡേർഡ്സ് ആദ്യമേ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അത് നമ്മൾ അറ്റൈൻ ചെയ്യുന്നുണ്ടോ നോക്കും, കമ്പയർ ചെയ്യും. അതിനുശേഷം മാത്രമാണ് നമ്മൾ ആ ക്വാളിറ്റി പ്രോഡക്റ്റ് ആണെന്ന് പറയുന്നത്. നമ്മൾ ഈ പാൻഡമിക് വരുന്ന സമയത്ത് ഇതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇതിനെ ഒന്ന് മോണിറ്റർ ചെയ്യാനായിട്ട് നമുക്കൊരു കമ്മിറ്റി ഒക്കെ ഉണ്ടാവും ഇല്ലേ? അതെങ്ങനെയാ? അത് ഇൻഫെക്ഷൻ കമ്മിറ്റി അല്ലേ, HIC കമ്മിറ്റി. ഓക്കെ. അപ്പോൾ നമുക്കിങ്ങനെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു കമ്മിറ്റി അതിലുണ്ടാവും. ആ ഒരു കമ്മിറ്റിയിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഫ്രഷറോ അല്ലെങ്കിൽ 4-5 ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഉള്ള ആളായിരിക്കില്ല. അതിലും കൂടുതൽ ഒരു മാക്സിമം പോയ ഒരു 9 to 18 എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും അതിൻ്റെ മെമ്പേഴ്സായിട്ട് വരിക. അപ്പോൾ അവർക്കറിയാം ഇങ്ങനത്തെ സിറ്റുവേഷൻ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യണ്ടേ എന്നുള്ളത്. അപ്പം റിസ്കുകൾ പല രീതിയിൽ വരാം. ഇപ്പോൾ ടെക്നോളജിക്കലി ഇപ്പം ഈ സംസാരിക്കുന്ന ഇടയിൽ തന്നെ ഒരുപാട് റിസർച്ച് നടക്കുന്നുണ്ട്, അത് സക്സസ് ആവുന്നുണ്ട്. ഇപ്പം കറൻ്റ്ലി നമ്മുടെ വാക്സിനേഷൻ ഫോർ ക്യാൻസറിന് വാക്സിനേഷൻ കണ്ടുപിടിച്ചു. അപ്പോൾ അതുപോലെ തന്നെ പല കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ അറിയണമെന്നില്ല. നമ്മൾ ആ ചെയ്യുന്ന സമയം അല്ലെങ്കിൽ റിസ്ക് മാനേജ്മെൻറ്റ് നടക്കുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങൾ നമ്മൾ അവെയർ ആയിരിക്കണം എന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ HA അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് എന്നുള്ള ആ ഒരു കാര്യങ്ങൾ ചെയ്യുന്ന ആ ഒരു ടീമുണ്ടല്ലോ, അവർ മെയിൻലി ഈ അപ്ഡേഷൻ എന്ന് പറയുന്ന കാര്യങ്ങൾ എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മാനേജ്മെൻറ്റിൽ. പിന്നെ ഈ പറയുന്ന നമ്മളെന്നും പറയുന്ന പോലെ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ആൾക്കാർ എന്തെങ്കിലും ഫോമുലേറ്റ് ചെയ്ത്, അതായത് റൂൾസ് റെഗുലേഷൻസ് ഒക്കെ ഫോമുലേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം പിന്നെ ഇന്നതുപോലെ ചെയ്യാവുള്ളൂ അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ഇന്നതുപോലെ ചെയ്യാവുള്ളൂ എന്ന് അധികാരത്തോടു കൂടെ പറയാൻ പറ്റുന്ന ഒരാൾക്കാരായിരിക്കും ഈ അഡ്മിനിസ്ട്രേറ്റേഴ്സ്. അപ്പോൾ ഈ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർ പറയുന്ന അല്ലെങ്കിൽ ഫോമുലേറ്റ് ചെയ്യുന്ന ഈ സാധനങ്ങൾ അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ അതുപോലെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് മാനേജ്മെൻറ്റ് ഏറ്റവും എന്താ പറയുക അവരുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവർ നല്ല രീതിയിൽ വർക്ക് ചെയ്യണം. ഇപ്പോൾ ഈ ഇന്റേണലി നമുക്കിപ്പോൾ കൂടെ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് സ്റ്റാഫ്സ് ഉണ്ട്, എംപ്ലോയീസും കാര്യം. അപ്പോൾ ഇവരെല്ലാവരും ഒരേ മനസ്സോടുകൂടി ഒരൊറ്റ ഒരു ഗോളിന് വേണ്ടി പോയാൽ മാത്രമേ അല്ലേ, മനസ്സുകൊണ്ടാണ് അറ്റൈൻ ചെയ്താൽ മാത്രം, അല്ലെങ്കിൽ അതിൽ ഒരാളെങ്കിലും
വേറെ ചിന്തിച്ച് പോയി കഴിഞ്ഞാൽ നമുക്കത് അറ്റൈൻ ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഞാൻ മീൻസ് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ക്വാളിറ്റിയിൽ വർക്ക് ചെയ്തിരുന്നത് ഹോസ്പിറ്റലിൽ. അപ്പോൾ ആ സമയത്ത് HR ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനെ വരും. അപ്പോൾ നമ്മളെ HRും നമ്മളും തമ്മിൽ നല്ല കോണ്ടാക്റ്റാണ്. പക്ഷെ നമ്മൾ പ്രൊഫഷണലി ആ കോണ്ടാക്റ്റും അല്ലെങ്കിൽ ആ ഫ്രണ്ട്ഷിപ്പും ഒന്നും അല്ല അവിടെ നോക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ നമ്മൾ അവരെ കോണ്ടാക്ട് ചെയ്യുന്നു, അവരുടെ അടുത്ത് കാര്യങ്ങൾ നമ്മളിങ്ങോട്ടും ചോദിക്കുന്നു. അതിൻ്റെ ഒരു റിപ്പോർട്ട് ചോദിക്കുമ്പോൾ അവർ ഇപ്പം തരാം അല്ലെങ്കിൽ അരമണിക്കൂറിനുള്ളിൽ തരാം എന്നൊക്കെ പറയും, അല്ലെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞ് നാളെ തരാം എന്നൊക്കെ പറയും, മെയിൽ ചെയ്യാന്നൊക്കെ പറയും. പക്ഷെ നടക്കാറില്ല. അപ്പോൾ നമ്മളിങ്ങനെ പുറകെ പോകണം. അപ്പോൾ ആ സമയത്ത് ഈ പറയുന്ന എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായാൽ അതിങ്ങനെ ലാഗ് ചെയ്ത് നമുക്കത് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരും. അപ്പം വിച്ച് മീൻസ് നമ്മളെല്ലാവരും ഒന്നിച്ച് മനസ്സ് വെച്ചാൽ എന്തും നടക്കുകയുള്ളൂ അവിടെ മാനേജ്മെന്റ്. അതാണ് അതൊക്കെ വേണം, നന്നായിട്ട് വേണം. പിന്നെ സ്മൂത്തായിട്ട് റൺ ചെയ്യാൻ. പിന്നെ എന്താ ഡിസ്ക്രിമിനേഷൻ മെയിനായിട്ട് കണ്ടുവരുന്നതാണ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ മാനേജ്മെൻറ്റിൽ മെയിനായിട്ട് വേണ്ടതും ഈ പറയുന്ന ഡിസ്ക്രിമിനേഷൻ വേണ്ട അങ്ങനെ ഒരു കൺസെപ്റ്റ് നമ്മൾ തുടച്ച് നീക്കിയാൽ തന്നെ നല്ല സ്മൂത്തായിട്ട് പോകും. അതായത് നമ്മൾ സ്റ്റാഫ്സ് അല്ലെങ്കിൽ എംപ്ലോയീസ് അവർക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ അവരുടെ ഐഡിയാസ് നമ്മൾ കേൾക്കണം, അതിനൊരു അവസരം കൊടുക്കാം. നമുക്കൊരു അത് വേണം. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു നല്ലൊരു പല രീതിയിലാണ് നമ്മളിപ്പോൾ ഡിസ്ക്രിമിനേഷൻ കാണുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ റിലീജിയൻ, കാസ്റ്റ്, ബോഡി ഷെയ്മിങ്, കളറ്, പിന്നെ വേറെ സ്റ്റേറ്റ്, അന്തൂർന്ന് വന്നത് അങ്ങനെയൊക്കെ പറയില്ലേ, ഭായിമാർ, അങ്ങനെയൊക്കെ പറഞ്ഞ് ഫുൾ ഓഫ് അങ്ങനെയൊക്കെ കാണാറുണ്ട്, ഞാൻ കണ്ടിട്ടുമുണ്ട്. അപ്പം നമുക്ക് അതിനൊന്നും ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. കൊടുത്താൽ പിന്നെ നമ്മൾ അതിൻ്റെ പുറകെ പോകേണ്ടി വരും. കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ആ ഒരു സമയത്ത് ആളിങ്ങനെ വർക്ക് ചെയ്യുന്നു അല്ലേ, അയാളുടെ കമ്മിറ്റ്മെന്റ് എങ്ങനെയാണ് എന്ന് നോക്കിയാൽ മതി. പിന്നെ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും കൂടുതലായിട്ട് മിങ്കിൾ ചെയ്യേണ്ടി വരുന്നത് പേഷ്യൻസും അവരുടെ ബൈസ്റ്റാൻഡേഴ്സും അല്ലേ. അപ്പം നമ്മൾ അവരുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. എസ്പെഷ്യലി അതാണ് മാനേജ്മെൻറ്റിൽ ഫസ്റ്റ് ഓഫ് ഓൾ വേണ്ട. ബിഹേവിയർ എന്നും കൂടെ പറഞ്ഞുകൂടാ, ആ കമ്മ്യൂണിക്കേഷൻ രീതി. ഇപ്പം ഒരു ചെറിയൊരു മോനിപ്പം ഇപ്പം ഈ ഒരു ഇൻ്റർവ്യൂ അല്ലെങ്കിൽ നമ്മളിങ്ങനെ ടോക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മളെന്താ അവനെ പേടിപ്പിക്കാതെ നമുക്ക് രണ്ട് രീതി ചോദിക്കാം. നീ എന്താ ഈ സമയത്ത് ഇവിടെ വന്നേ, അല്ലെങ്കിൽ എന്താ ഇവിടെ നടക്കുന്നതൊക്കെ കാണുന്നില്ലേ, പിന്നെ എന്താ കയറി വന്നേന്ന് പറഞ്ഞ് പേടിപ്പിക്കാം. നേരെ വേറെ ഇതാണെങ്കിൽ നല്ല എന്താ മോനെ ഒറ്റയ്ക്കായി പോയോ എന്നൊക്കെ ചോദിച്ച് നമുക്ക് അതിന് കൂളാക്കി സ്മൂത്തായിട്ട് പറയാം. അപ്പം ആ സ്മൂത്ത്നെസ് നമുക്ക് വേണം. അപ്പം അതാണ് ഒരു മാനേജ്മെൻറ്റിൽ അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാം ക്വൈറ്റ് പൊളൈറ്റായിട്ട് സംസാരിക്കുന്ന രീതി. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ നമ്മൾ ഇത്ര നേരം പാൻഡമിക് അല്ലേ പറഞ്ഞത്. അപ്പം പലർക്കും ഈ പാൻഡമിക്കും ഡിസാസ്റ്ററും തമ്മിൽ വ്യത്യാസം അറിയുന്നുണ്ടാവില്ല. ഒന്ന് പറയാമോ അതൊക്കെ? എന്താ പാൻഡമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകമെമ്പാടുള്ള എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ്. എല്ലാവർക്കും വൈൽഡ് റേഞ്ചിൽ ഒരുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. പക്ഷെ ഡിസാസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോക്കൽ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പ്ലേസിൽ ഉണ്ടാകുന്ന പ്രളയം പോലെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അത് ഡിസാസ്റ്റർ തന്നെ നമുക്ക് രണ്ടായി തിരിക്കാം. മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സും ഉണ്ട്, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സും ഉണ്ട്. അപ്പോൾ ആ ഒരു ടൈപ്പ് അല്ലെങ്കിൽ ഏതെങ്കിലും ലോക്കൽ റീജിയനിൽ മാത്രം കുറച്ച് നേരത്തേക്ക് വരുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു ദുരന്തമാണ് ഈ ഡിസാസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതൊരു മാസ് കാഷ്വാലിറ്റി നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് പെട്ടെന്ന് വരികയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ പ്രിപ്പയർനെസ് വേറെയാണ്. നമ്മൾ പാൻഡമിക് സിറ്റുവേഷനിൽ എടുക്കുന്ന ആ ഒരു പ്രിപ്പയർനെസ് അല്ല ഒരിക്കലും ഒരു ഡിസാസ്റ്ററിൽ വരുമ്പോൾ ഒരു പെട്ടെന്ന് ഒരു 60 പേര് 100 പേരൊക്കെ നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് പെട്ടെന്ന് വരികയാണ്. അപ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള റിസോഴ്സസ് നമ്മുടെ ഉണ്ടോ. അപ്പോൾ ആ സമയത്തൊന്നും നമുക്ക് ഈ പറയുന്ന സോട്ട് അനാലിസിസ് നടത്തിക്കൊണ്ടിരിക്കാനോ അല്ലെങ്കിൽ ഈ പറയുന്ന പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ് ഇതൊക്കെ നോക്കാനൊന്നും സമയം ഉണ്ടാവില്ല. അപ്പോൾ അവർ പെട്ടെന്ന് നമുക്ക് ഡിസാസ്റ്റർ കമ്മിറ്റീസ് ഉണ്ടാവും, അവർ ഉടൻ തന്നെ അലേർട്ട് ആവും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ആദ്യം നോക്കുന്നത് നമുക്ക് അതിനനുസരിച്ചുള്ള റിസോഴ്സ് ഉണ്ടാവും, അവർക്ക് കൊടുക്കാനുള്ള മെഡിസിൻസ് ഉണ്ടാവും, ബെഡ് കപ്പാസിറ്റി ഉണ്ടാവും, ICU അവൈലബിലിറ്റി. നമ്മുടെ സാധാരണ ഹോസ്പിറ്റലിൽ തന്നെ ആയിരിക്കും ഇവരെയും അല്ല, നമ്മളത് ഹോസ്പിറ്റലിൽ നോർമൽ പേഴ്സൺസ് അല്ലെങ്കിൽ നോർമൽ വരുന്ന പേഷ്യൻസ് ഒരുപാടുണ്ടാവും, റെഗുലർ ആയിട്ട് വരുന്ന പേഷ്യൻസ് അവരെ ഒരുപാട് ബാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവരെ അല്ലെങ്കിൽ ഈ നോർമൽ കാഷ്വാലിറ്റിയിലേക്കോ സോർട്ടിംഗ് ഏരിയയിലേക്കോ നമ്മൾ ഇവരെ കേട്ടില്ല. നമ്മൾ ടെമ്പററി ആയിട്ട് പുറത്തെവിടെയെങ്കിലും ഒരു കാഷ്വാലിറ്റി ഹോസ്പിറ്റലിനോട് ചേർന്ന് തന്നെ ഒരിടത്ത് ഒരു കാഷ്വാലിറ്റി, ഒരു സോർട്ടിംഗ് ഏരിയ, ഒരു ട്രയേജ് റൂം, ഒരു ഒബ്സർവേഷൻ റൂം ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്യും. അവിടേക്കാണ് നമ്മൾ ഡിസാസ്റ്റർ വിക്ടിംസിനെ കൊണ്ടുവരുന്നത്. അവിടെ വെച്ച് തന്നെ നമ്മൾ ഈ ട്രയേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അറിയാം, മിസ്സിന് അറിയാമായിരിക്കുമല്ലോ. ട്രയേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോർട്ടിംഗ് ദ കാഷ്വാലിറ്റീസ് ഇൻ ദ ബേസിസ് ഓഫ് ദെയർ ഇഞ്ചുറി. ഇഞ്ചുറിയുടെ ബേസിസിൽ ഈ വരുന്ന എല്ലാ കാഷ്വാലിറ്റീസിനെയും നമ്മൾ സോർട്ട് ചെയ്യുകയാണ്.
അപ്പോൾ സോർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം 1 മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ വളരെ സീരിയസ് ആയിട്ട് സർജറി നടത്തേണ്ട ആളാരാണെന്നുള്ളത്. അപ്പം നമ്മൾ അയാൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. ആൻഡ് ആ ഒരു കാറ്റഗറീസ് ആയിട്ട് തിരിച്ച് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഡിസാസ്റ്റർ ഉള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പം 100 പേര് ഒരു സിറ്റുവേഷനിൽ ആക്സിഡന്റ് ആയി അല്ലെങ്കിൽ ഇഞ്ചുറി ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ 100 പേരെന്നുള്ള കൗണ്ട് അവിടെ തീരെയാണ്. പിന്നെ അത് 101 102 ആവും. അത് ലക്ഷങ്ങളും 10,000 ലക്ഷങ്ങളും ആവാനുള്ള ചാൻസ് ശരിക്കും നമ്മൾ മാനേജ് ചെയ്തില്ല എന്നുണ്ടെങ്കിലല്ലേ നമ്മളിപ്പോ 10 പേരായിട്ടുള്ള 10 പേരല്ലേ കുഴപ്പമില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് 100 പേരാവും. 100 പേരും ഓക്കെ ആണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് 10,000 ലക്ഷം രൂപയൊക്കെ ആവും. അപ്പൊ പിന്നെ ആ 1 ലക്ഷം പേരിൽ നിന്ന് 50,000 പേര് മരിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഡെത്ത് റേറ്റ് കുറയ്ക്കാനായിട്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രമിക്കേണ്ടത്. അതാണ് ഡിസാസ്റ്ററും പാൻഡമിക്കും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം. അവിടെ നമുക്ക് കൺട്രോളബിൾ ആണ് ഡിസാസ്റ്റർ എന്ന് പറയുന്നത്. ഒരു പരിധി ആ ഒരു ഫസ്റ്റ് സ്റ്റേജ് അല്ലെങ്കിൽ ഫസ്റ്റ് ഫേസിൽ മാത്രമാണ് ഡിസാസ്റ്റർ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത്. ആ ഒരു സെക്കൻഡ് ഫേസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇറ്റ്സ് കൺട്രോളബിൾ. പക്ഷെ പാൻഡമിക് അങ്ങനെയല്ല. ഇനി വരാൻ പോകുന്നു കേട്ടു. അതെ അതെ 2025 ആവുമ്പോഴേക്കും പുതിയൊരു പാൻഡമിക് വരുന്നു എന്ന് പറയുന്നു. അതിനെല്ലാം ഹോസ്പിറ്റലിലേക്ക് അല്ലേ ഇങ്ങനെ ഒരു കോവിഡ് സിറ്റുവേഷൻ നമ്മൾ ഫേസ് ചെയ്തുകൊണ്ട് തന്നെ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർഡ് ആയിരിക്കും. ഇപ്പൊ കോവിഡ് തന്നെയാണോ അതിന്റെ വേരിയന്റ് ആണോ ഒന്നും നമുക്ക് അറിയാൻ പറ്റില്ല. പക്ഷെ ആ സമയത്ത് നമ്മൾ ചെയ്ത എല്ലാ മാനേജ്മെന്റ് കാര്യങ്ങളും അന്നും സജീവമായിരിക്കും എന്ന് വിചാരിക്കാം അല്ലേ. ഇപ്പൊ ഡിസാസ്റ്റർ എന്ന പോലെ തന്നെ നമുക്കറിയാം, ആദ്യത്തെ പ്രളയം വന്നപ്പോൾ നമ്മളെല്ലാവരും പകച്ചുപോയി. എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നൊന്നും ആർക്കും അറിയില്ലായിരുന്നു. നമ്മുടെ ഫീൽഡ് തന്നെ കുറേ ഒന്ന് ഡൗൺ ആയിപ്പോയി. ഇപ്പോൾ ഡിസാസ്റ്റർ വന്നെങ്കിലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡിസാസ്റ്റർ വന്നു കഴിഞ്ഞിട്ടും പിന്നീട് മറ്റു രോഗങ്ങൾ വരാനുള്ള ചാൻസ് കൂടുതലാണ് അല്ലേ. പ്രളയം വന്നു കഴിഞ്ഞാൽ ഡെങ്കിപ്പനി ഉള്ള സംഭവങ്ങളൊക്കെ കൂടുതലായിട്ട് വരും. പക്ഷെ പാൻഡമിക്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇല്ല. പക്ഷെ പാൻഡമിക് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരും. അപ്പം നമ്മുടെ ഹോസ്പിറ്റലിൽ എല്ലാ രീതിയിലും പ്രിപ്പയർഡ് ആയില്ലെങ്കിൽ നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതും ഈ പറയുന്ന എല്ലാ ഡിപ്പാർട്ട്മെന്റ്സ് നോൺ മെഡിക്കൽ ആയിട്ടുള്ള നമ്മൾ എൻട്രി ചെയ്യുമ്പോൾ മുതൽ കാണുന്ന ഫ്രണ്ട് ഓഫീസ് മുതലുള്ള ഡിപ്പാർട്ട്മെന്റ്സ് അതിന് സെറ്റ് ആയിരിക്കണം എന്നല്ലേ പറയുന്നത്. ഒരു വലിയ ടാസ്ക് തന്നെയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്മൂത്തായിട്ട് ചെയ്യാൻ പറ്റും. അത് നമ്മുടെ ഹോസ്പിറ്റലിൽ ഒരുപാട് ടെക്നോളജി ഒരുപാട് ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ 2020 നമ്മൾ ഫേസ് ചെയ്ത ആ ഒരു സിറ്റുവേഷൻ അല്ല ഇന്ന്. 2025 ആകുമ്പോഴേക്കും നമുക്കറിയാം ടെക്നോളജി പോലുള്ള കാര്യങ്ങളെല്ലാം വന്നു കഴിഞ്ഞു. നമുക്കിപ്പം മുൻകൂട്ടി അറിയാൻ പറ്റും. നമ്മുടെ റിസർച്ച് മിസ് നേരത്തെ പറഞ്ഞ പോലെ റിസർച്ചുകൾ ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് രോഗം വരാൻ പോകുന്നത്, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെയായിരിക്കും, അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും വേഗം WHO പുറത്തുവിടുന്നത് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത്.